ഹലോ, നമസ്കാരം. ഒരു ന്യൂസ് കണ്ടില്ലേ? കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ എല്ലാമായ ഡോക്ടർ റോയ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നാം ചിരിച്ചു മാത്രം കണ്ടിട്ടുള്ള, വിജയിച്ചു മാത്രം കണ്ടിട്ടുള്ള ആളുകളിൽ ഒരാൾ എന്ന് അദ്ദേഹത്തിൻ്റെ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിയുതിർത്ത് മരണം സ്വീകരിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും നമ്മൾ പറയും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ പലപ്പോഴും റോൾ മോഡലായിട്ട് കാണുന്ന സെലിബ്രിറ്റികളായിട്ടുള്ള, സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, കലാസാഹിത്യ രംഗത്തെല്ലാം ഇടപെടലുകളുള്ള, പ്രശസ്തരായ, ആകാശത്തിൻ്റെ കീഴിൽ എന്തും നേടാൻ കഴിവുള്ള ആളുകൾ സ്വയം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? നമ്മൾ സക്സസ് എന്ന് കരുതുന്ന ആളുകളെല്ലാം, അല്ലെങ്കിൽ ഹാപ്പിയായി നടക്കുന്നു, എല്ലാം നേടിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ സമൂഹം എന്താണ് അവരിൽ നിന്ന് കിട്ടേണ്ട മെസ്സേജ്? നമ്മൾ എങ്ങനെയാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും പറയാറുണ്ട് മരണം എന്ന് പറയുന്നത് രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്ന്. അതെ, മരണം എപ്പോഴും സംഭവിക്കാം, ആർക്കും സംഭവിക്കാം, എനിക്കും നിങ്ങൾക്കും ആർക്കും സംഭവിക്കാം. പക്ഷേ ആത്മഹത്യകൾ എന്ന് പറയുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്തവരെ പലപ്പോഴും കുറ്റം പറയാറില്ല. പലപ്പോഴും മനസ്സിലാകുന്നുണ്ട് അവർ വന്ന വഴികൾ, നേരിടേണ്ടി വന്ന വേദനകൾ, ഇതെല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഡോക്ടർ റോയിനെ പോലെ ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? എല്ലാം നേടിയെന്ന് നാം വിശ്വസിക്കുന്ന ഒരാൾ, എല്ലാം കൊണ്ടും സന്തോഷമായിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ, പലപ്പോഴും നാം പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ ഒരുവൻ, ബിസിനസ്സുകാരുടെ എല്ലാം ഒരു റോൾ മോഡൽ, അല്ലേ? കലാസാഹിത്യ രംഗങ്ങളിലെല്ലാം ഇൻവോൾവ് ആയിട്ടുള്ളൊരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം ഒരു റെയ്ഡിൻ്റെ ബേസ് ചെയ്ത് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അദ്ദേഹം അനുഭവിച്ച 3 ദിവസമാണ് ഈ റെയ്ഡ് എന്ന് പറയുന്നത്, അല്ലേ? ആ പീഡനം എന്തായിരിക്കും? ആ ടോർച്ചറിങ് ഏത് രീതിയിലായിരിക്കും? വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെൻ്റെ ചേട്ടൻ്റെ ഒരു ഫോൺ കോൾ ഇന്ന് 24 ന്യൂസിലോ മറ്റേതൊരു ന്യൂസിലോ ഞാൻ കേൾക്കാനിടയായി. അദ്ദേഹം പറയുന്നു എന്ന് വെച്ചാൽ, ഈ റെയ്ഡ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നാണ്. അതിന് മാത്രം മാനസിക സമ്മർദ്ദം കൊടുക്കാനുള്ള, ടോർച്ചർ ചെയ്യാനുള്ള രീതികൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ട് എന്നറിയുമ്പോൾ വല്ലാതൊരു ഭയം തോന്നുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്തരം സിസ്റ്റങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു ഇപ്പോഴും എന്നറിയുമ്പോൾ വല്ലാത്തൊരു ഭയം, ഒരു ചിന്ത, അല്ലേ? കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഡോക്ടർ റോയ് എപ്പോഴും കാണുമ്പോൾ അദ്ദേഹത്തിന് കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഫുള്ളി കോൺഫിഡൻ്റ് ആണ് അദ്ദേഹം. സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുമുണ്ടെന്ന് ഇന്നേ വരെ നമുക്ക് മനസ്സിലാവാത്തൊരു വ്യക്തി, ആകാശത്തിൻ്റെ കീഴിൽ എല്ലാം പിടിച്ചു നിൽക്കുന്ന, സ്വന്തമായി ഫ്ലൈറ്റുകളും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തി, എല്ലാ രീതിയിലും ജനങ്ങളോട് മാന്യമായി പെരുമാറുന്നൊരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യുക എന്നത് നമുക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്ര പേരുണ്ട്? ആയിരക്കണക്കിന് ജനങ്ങളുണ്ട് അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന. അവരുടെ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ആരെല്ലാം ഇതിനുത്തരം പറയും? ആരിതിനുത്തരം പറയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അവരുടെ മുൻപോട്ടുള്ള യാത്രകൾ എങ്ങനെയായിരിക്കും? എത്ര വേദനയോടെ ആയിരിക്കും ഇനി അവർ മുൻപോട്ട് പോകേണ്ടവരാ? അവർക്ക് ചുറ്റുമുള്ളൊരു ശൂന്യതക്ക് ആരിതിനുത്തരം പറയും? ഏത് സിസ്റ്റം ഇതിനുത്തരം പറയും? വല്ലാത്തൊരു വേദനയാണ്, അല്ലേ? അതിനൊപ്പം എവിടെയോ മറഞ്ഞു നിന്ന് പുഞ്ചിരിക്കുന്നൊരു ഭയവും പിറകിൽ കാണുന്നുണ്ട്. എന്താ, ശരിയല്ലേ?